ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നജസിന്റെ വിവിധ ഇനങ്ങൾ നാം ചർച്ച ചെയ്തു. നിരവധിക നജസാകുന്ന ഓരോ വസ്തുക്കള്, നായ, പന്നി, ശവം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നജസിന്റെ ചില ഇനങ്ങൾ തന്നെയാണ്. നമ്മൾ നേരത്തെ 8 ഇനം നജസുകളാണ് ചർച്ച ചെയ്തത്. ഇനി നമുക്ക് ചില വസ്തുവിൻ്റെതാണെങ്കിൽ നജസാണ്, ചില വസ്തുവിൻ്റെതാണെങ്കിൽ നജസല്ല. ചിലപ്പോൾ അത് നജസ് എന്ന് പറയാം, ചിലപ്പോൾ അത് നജസല്ല. അങ്ങനെ ഇനമാക്കി തിരിക്കപ്പെട്ട നജസുകൾ അത് 13 ഇനങ്ങളുണ്ട്. ഒന്ന് ഞാൻ പറയട്ടെ. മനിയ് നജസ് ആണോ? അല്ലേ? പൊതുവെ മനിയ് നജസ് അല്ല. ശുദ്ധിയുള്ള ജീവിയിൽ നിന്നും വന്ന മനിയ് നജസല്ല, ഇന്ദ്രിയം നജസല്ല. ശുദ്ധിയുള്ള ജീവി, മനുഷ്യൻ, അതുപോലെ ശുദ്ധിയുള്ള ജീവികള്, എല്ലാ ജീവികളും ശുദ്ധിയാണ്. നായ, പന്നി ഒഴികെയുള്ള എല്ലാ ജീവികളും ശുദ്ധിയാണ്. പോത്ത്, മൂരി, കാളെരുമ, അങ്ങനെയൊക്കെ, ആട്, ആനടക്കം ശുദ്ധിയാണ്. പൂച്ച ശുദ്ധിയാണ്. എന്തുണ്ട ഇങ്ങനെ ശുദ്ധിയാണൊക്കെ, ജീവികളൊക്കെ ശുദ്ധിയാണല്ല, നായപന്നി അല്ലാത്തതൊക്കെ. അപ്പൊ നായപന്നി അല്ലാത്ത ജീവികളിൽ നിന്നും ഉള്ള മനിയ് ശുദ്ധിയാണ് എന്നർത്ഥം, മനുഷ്യന്റേതടക്കം. നജസായ ജീവിയുടേത്, അതാണ് നമ്മളെ നായപന്നി. നജസായ ജീവി നായപന്നിയാണ്. അത് നജസായിരിക്കും, നായപന്നിന്റെ അത്. പക്ഷെ ഈ മനിയ് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, വികാര സമയത്ത് തുടക്കത്തിൽ പുറപ്പെടുന്ന മതി, ആ മതി കലർന്ന മനിയാണെങ്കിൽ ആ മതി ചേർന്നത് കൊണ്ട് ആ മനിയെ നജസായി മാറുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അപ്പോൾ നജസായി മാറും. അപ്പം മനിയെ പറ്റി പൊതുവെ ആനന്റെതടക്കം, പൂച്ചന്റെതടക്കം, മനുഷ്യന്റെതടക്കം നായപ്പന്നി അല്ലാത്തതിന്റെ മനിയ് ശുദ്ധിയുള്ളതാണ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് പാല് ഇപ്പൊ ശുദ്ധി തന്നെയല്ലേ ഉസ്താദെ? പാല് നജസായ പാലുണ്ട്, ശുദ്ധിയായ പാലുണ്ട്. മനുഷ്യന്റെ പാല് ഏതായാലും ശുദ്ധിയാണ്. ഇനിയിപ്പോ സംശയിക്കണ്ട, ആർക്കും സംശയം ഉണ്ടാവൂല. അപ്രകാരം ഭക്ഷിക്കപ്പെടുന്ന ജീവികളുടെ പാല്, ആടിന്റെ പാല് ഭക്ഷിക്കപ്പെടുന്ന ജീവിയാണ്. പോത്തിന് പാലുണ്ടാവില്ല. പശുക്കളെ പാല്, ഒട്ടകത്തിന്റെ പാല്, ഇങ്ങനെ ഭക്ഷിക്കപ്പെടുന്ന ജീവിയുടെ പാലും മനുഷ്യന്റെ പാലും ശുദ്ധിയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ പാല് അതാണ്. ബാക്കിയുള്ള പാല് അത് ശുദ്ധിയല്ല എന്നതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പൊ മറ്റു ജീവികളുടെ പാല് ശുദ്ധിയല്ല, അപ്പൊ നജസാണ്, കഴുകി വൃത്തിയാക്കേണ്ടി വരും. ഭക്ഷിക്കപ്പെടുന്നതും പിന്നെ മനുഷ്യന്റെതും. മനുഷ്യൻ ഭക്ഷിക്കപ്പെടൂല, അപ്പൊ മനുഷ്യന്റെതും ഭക്ഷിക്കപ്പെടുന്നതും മാത്രം. നേരത്തെ നമ്മള് മനിയനെ പറ്റി പറഞ്ഞത് നായപന്നി അല്ലാത്തതിന്റെ മനിയൊക്കെ ശുദ്ധിയാണ്. പാലിന് ഇങ്ങനെയാണ് പറയുന്നത്. ഇനി നമുക്ക് ശവത്തിന്റെ പാല്. ഇപ്പൊ ആട് ചത്തുപോയാല് ആ ആടിന്റെ പാല്, ചത്ത ആടിന്റെ പാല് കറന്ന് എടുക്കാൻ പറ്റുമോ? ചോദ്യാണ്. ചോദ്യം ഇപ്പൊ എന്തും ചോദിക്കല്ല. ശവത്തിന്റെ പാല് മരിച്ചതായ മനുഷ്യന്റെ പാലാണെങ്കിൽ ശുദ്ധിയാണ്. മനുഷ്യനല്ലേ, പിന്നെ നജസാക്കണ്ട, ശുദ്ധിയാണ്. എടുക്കാനല്ല പറഞ്ഞത്, ശുദ്ധിയാണെന്ന് പറഞ്ഞതാ. മനുഷ്യന്റെതല്ലാത്ത ശവം ചത്തതിന്റെ പാലൊക്കെ നജസാണ്. അപ്പൊ പശു ചത്താലും ആട് ചത്താലും ഒട്ടകം ചത്താലും നജസ. ശവത്തിന്റെ പാല് നജസ. മനുഷ്യന്റെ പാല്, ശവം, മനുഷ്യൻ മരിച്ചത് മാത്രമേ ശുദ്ധിയുള്ളൂ.
മരണത്തിന് ശേഷമുള്ളതാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ 3 ഇനങ്ങൾ പറഞ്ഞു. ഒന്ന് മനി, 2 പാലിനെ പറ്റി ഒന്നുകൂടി കേട്ടാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ഭക്ഷിക്കപ്പെടുന്നതും മനുഷ്യന്റെ പാലാണ് ശുദ്ധി, അല്ലാത്തത് നജസാണ്. പിന്നെ ശവത്തിന്റെ പാല് 2 ഇനം പാലും ഒരു മനിയ പറഞ്ഞത്. ശവത്തിന്റെ പാല് നമ്മളെ മനുഷ്യന്റേത് മാത്രം, മരിച്ച പാല് അത് മാത്രമേ ശുദ്ധിയുള്ളൂ, ബാക്കിയൊക്കെ നജസാണ്. ഇനി നമുക്ക് 3 ഇനം പറഞ്ഞാൽ പിന്നെ 4 പറയാം അല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം.